എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. പ്രിൻസ്, ഗെറ്റ് സെറ്റ് ബേബി, ഡൊമിനിക് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ധ്യാനാണ് സിനിമയിലെ നായകൻ. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ ഇന്ന് ആമസോൺ പ്രൈമിൽ കുടുംബശ്രീയും കുഞ്ഞാടും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബാന്ദ്ര. ഡിസംബറിലാണ് സിനിമയുടെ OTT വിറ്റുപോയത്. ആമസോൺ പ്രൈമാണ് ബാന്ദ്ര സിനിമ വാങ്ങിച്ചിരിക്കുന്നത്. ദിലീപും തമനയുമാണ് ബാന്ദ്ര സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ ഗാങ്സ്റ്റർ മൂവിയാണ്. ഇപ്പോഴിതാ വീണ്ടും ആമസോൺ പ്രൈമിൽ ബാന്ദ്ര സിനിമ റിലീസിനൊരുങ്ങുകയാണ്. ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ബാന്ദ്ര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നാൻസി റാണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച സിനിമയാണ് നാൻസി റാണി. അഹാന അർജുൻ അശോകനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇന്ന് യൂട്യൂബിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കീട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സർക്കീട്ട്. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. ഒരു ചെറിയ കഥയാണ് സിനിമ പറഞ്ഞു പോയത്. ഇപ്പോഴത്തെ സർക്കീട്ട് സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂൺ മാസം 28-നായിരിക്കും സർക്കീട്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഇതൊരു കോമഡി മൂവിയാണ്. അജു വർഗീസ് ആണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ഇന്ന് രാത്രി 12 മണിക്ക് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സൈനബ് ലൈലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായ സിനിമയായിരുന്നു രാമചന്ദ്ര. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. 2023-ലാണ് രാമചന്ദ്ര ബോസോണക്ക് എന്ന സിനിമ റിലീസായത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. രാമചന്ദ്ര സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലൗലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ് നായകനായ സിനിമയാണ് ലൗലി. ഇതൊരു 3D സിനിമയാണ്. ഒരു ഈച്ചയുടെ കഥയാണ് ലൗലി സിനിമ പറഞ്ഞു പോകുന്നത്. ലൗലി സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT സൈനപ്ലൈ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ മാസം 28-നായിരിക്കും ലൗലി സിനിമ സൈനപ്ലൈയിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റെജി, റായ് ലക്ഷ്മി ഇവരാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ വീക്കായിരിക്കും DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനികം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വേല സിനിമ സ്വന്തമാക്കിയത്. 2023-ലാണ് വേല സിനിമ ഇറങ്ങിയത്. 2 വർഷം കഴിഞ്ഞിട്ടും OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ പെട്ടെന്ന് തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജൂൺ മാസം 30-നായിരിക്കും വേല സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT നേരത്തെ തന്നെ വിറ്റുപോയതാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരു പക്ഷേ ഗെറ്റ് സെറ്റ് ബേബി ഈ വീക്കിലായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് ഡൊമിനിക് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു. എന്നിട്ട് സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഡൊമിനിക്കിന്റെ OTT പോലും ആരും തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈം ഡൊമിനിക്കിന്റെ OTT സ്വന്തമാക്കിയെന്ന റിപ്പോർട്ട് കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂൺ മാസം 25-ന് മുന്നേ ഡൊമിനിക് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. സാധാരണ ദിലീപ് സിനിമകൾ വിജയിക്കാറില്ല. എന്നാൽ പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല രീതിയിൽ വിജയിച്ചു. 30 ദിവസം സിനിമ തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി റൊമാൻറ്റിക്കൽ കോമഡി മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപ്, സിദ്ദിഖ്, ധ്യാൻ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ജൂൺ മാസം 20-ന് C5-ലാണ് പ്രിൻസ് സിനിമയുടെ OTT റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി
OTT റിലീസ് ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.